കുമ്മാട്ടി എൻ്റെ അനുഭവത്തിലെ ചില ഏടുകൾ. രാവിലെ 5 മണിയായതും തന്നെ വേഷങ്ങൾ ആവശ്യത്തോടെ ആരംഭിച്ചു. നല്ല താളത്തോടെ കൊട്ടുന്ന ശബ്ദത്തോടു കൂടെയാണ് ഞാൻ ഉണർന്നത്. ഓരോ വേഷങ്ങളും വരുമ്പോഴും നൃത്തം വയ്ക്കാനായി എൻ്റെ കാലുകൾ ആവേശം കൊണ്ട് കുതിക്കുകയാണ്. കുമ്മാട്ടിയുടെ തലേ ദിവസം അമ്മായി വന്നിരുന്നു. അതിനാൽ കുടുംബത്തോടെ അമ്പലത്തിലേക്ക് യാത്രയായി. അമ്പലത്തിൽ തിരക്കുകൾ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് വേഗം തന്നെ നല്ല മനസ്സോടുകൂടി ഭഗവതിയുടെ തിരുമുൻപിൽ നിന്ന് നന്നായി പ്രാർത്ഥിച്ചു. എനിക്കും വേഷം കെട്ടണമെന്നുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കുടുംബത്തിലെ ഒരു അപ്പൂപ്പൻ മരിച്ചതിനാൽ പറ്റിയില്ല. എന്നാൽ നൃത്തം വയ്ക്കാമല്ലോ. അങ്ങനെ ഓരോ വേലകളും വന്നുപോയി. അപ്പോഴേക്കും എൻ്റെ അമ്മൂമ്മ വന്നു. അങ്ങനെ അവരോടൊപ്പം കുറച്ചു നേരം ഇരുന്നു. അപ്പോഴേക്കും നല്ല സ്വാദുള്ള ഉച്ചഭക്ഷണം തയ്യാർ. നല്ല ചൂടുള്ള ചിക്കൻ കറിയും ബിരിയാണിയുമായിരുന്നു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ചെറിയ ഉറക്കം. കുറച്ചു നേരം ഉറങ്ങിയതും ചെണ്ടയുടെയും പല വേലയുടെയും ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. അതിനുശേഷം വസ്ത്രമെല്ലാം മാറ്റി കുമ്മാട്ടി ആഘോഷിക്കാനായി പുറപ്പെട്ടു. ഞാൻ DJ-യുടെ പിന്നാലെ തന്നെയായിരുന്നു. എൻ്റെ പ്രിയ കൂട്ടുകാരി കുഞ്ഞാറ്റി ചേച്ചിയോടൊപ്പം ഞാൻ നൃത്തം ചെയ്തു. അപ്പോഴേക്കും നല്ല പേമാരിയോട് കൂടിയ മഴ വന്നു. പെട്ടെന്ന് തന്നെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് ഓടിപ്പാഞ്ഞു. ഞാൻ വളരെ വിഷമിച്ചു. കുമ്മാട്ടി പൊളിഞ്ഞു എന്ന് വിചാരിച്ച ഞാൻ മഴ പോയപ്പോൾ തന്നെ പിന്നെയും കുമ്മാട്ടി ആഘോഷിക്കാൻ ചെന്നു. മഴയത്തുള്ള നൃത്തം വളരെ ഗംഭീരമായിരുന്നു. അങ്ങനെ ഈ ദിവസം വളരെ സുന്ദരത്തിൻ്റെ പൊൻദിനമായി തീർന്നു. അങ്ങനെ അടുത്ത കുമ്മാട്ടിക്കായുള്ള ഞങ്ങളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ് തുടങ്ങി.